ഇനി നമ്മൾ പെരുന്നയിലേക്കാണ് പോകുന്നത്. ശബരിമല അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ച NSSുമായി സമവായ ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി അരമണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. നേരത്തെ കൊടിക്കുന്നിൽ സുരേഷ് MPയും സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബിനിൽ ലീല സാബു കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ബിനിൽ, ഇക്കാര്യത്തിൽ കൂടുതൽ നേതാക്കളൊന്നും ഉടനെ അങ്ങ് കാണുന്നില്ല, നേരിട്ടുള്ള കൂടിക്കാഴ്ചകളൊന്നും നടത്തുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതെങ്കിൽ ആദ്യം കൊടിക്കുന്നിൽ സുരേഷ്, പിന്നീട് ഇപ്പോൾ മുതിർന്ന നേതാവായിട്ടുള്ള PJ കുര്യൻ എന്നിവർ G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അനുനയ ശ്രമങ്ങൾ അവിടെ തിരക്കിട്ട് തന്നെ നടക്കുന്നുണ്ട് അണിയറയിൽ എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. എന്താണ് പെരുന്നയിലെ ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങൾ? സംഗീത, അങ്ങനെ തന്നെയാണ്. അദ്ദേഹവുമായി, അതായത് സുകുമാരൻ നായരുമായി അടുപ്പമുള്ള നേതാക്കൾ ഇപ്പോൾ പോയി കാണുക, അദ്ദേഹവുമായി സംസാരിക്കുക എന്നുള്ളതാണ് KPCC നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ആദ്യം കൊടിക്കുന്നിൽ സുരേഷും പിന്നീട് ഇപ്പോൾ PJ കുര്യനും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചത്. ഇന്നലെയാണ് PJ കുര്യൻ പെരുന്നയിലെത്തി സുകുമാരൻ നായരെ കണ്ട് അരമണിക്കൂറോളം സംസാരിച്ചത്. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നിലപാട് അക്കാര്യത്തിൽ പറഞ്ഞുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ച് രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. ഒന്ന് തദ്ദേശമാണെങ്കിൽ മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 10 വർഷമായി UDFന് കേരളത്തിൽ ഭരണമില്ല. അതുകൊണ്ട് ഇത്തവണ ഭരണം പിടിച്ചേ മതിയാകൂ എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് UDF ചെയ്യുന്നത്. ആ സമയത്ത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കെ ഇത്തരത്തിൽ NSS നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസിനോ UDFനോ അത്ര ഗുണകരമാകില്ല. അത് തിരിച്ചടിയായി വരികയും ചെയ്യും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇക്കാര്യം വിശദീകരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് രണ്ട് നേതാക്കൾ ഇപ്പോൾ പോയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും കൂടുതൽ നേതാക്കൾ പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും സുകുമാരൻ നായർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ചെയ്തത്. എന്തായാലും അദ്ദേഹത്തിനെതിരെ പല ജില്ലകളിലും പോസ്റ്റർ പ്രതിഷേധവും പരസ്യമായി ആളുകൾ രംഗത്ത് വരികയും സമുദായ അംഗങ്ങൾ രാജിവെക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. പക്ഷേ ആ സമയത്ത് പോലും പ്രതിനിധി സഭയെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ചു, ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു. അങ്ങനെ പ്രതിനിധി സഭയുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഇക്കാര്യം സംസാരിക്കാൻ കോൺഗ്രസിന്റെയോ BJPയുടെ നേതാക്കൾ പെരുന്നയിലേക്ക് വരേണ്ടതില്ല എന്ന് കടത്തി പറയുകൂടി അദ്ദേഹം ചെയ്തു. അത്തരം നിലപാട് പ്രത്യേകിച്ച് സർക്കാരിന് ഒരു പിന്തുണ നൽകുന്നത് UDFന് ഗുണകരമാകില്ല. അതുകൊണ്ടാണ് പോയി കാണാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ നേതാക്കൾ പെരുന്നയിലേക്ക് പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സംഗീത, തീർച്ചയായും ബിനിൽ, എന്താണെങ്കിലും അങ്ങനെ പോകേണ്ടതില്ല, വരേണ്ടതില്ല എന്ന് G സുകുമാരൻ നായർ പറഞ്ഞു വെച്ചാലും പോകുക തന്നെ ചെയ്യും. പോകേണ്ട ആവശ്യവുമുണ്ട്. അതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി ചെയ്യുന്നത്. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.